നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എല്ലാവരെ കുറിച്ചും നല്ല ചിന്തകൾ മാത്രമേ ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. എത്ര പെട്ടെന്ന് അവരൊക്കെ ഞങ്ങളുടെ മനസ്സുകളിൽ കയറി കൂടിയത്. എന്നിട്ട് അവരൊക്കെ ബന്ധുക്കളുടെ വാക്കുകൾക്ക് വാൾത്തലയേക്കാൾ കൂടുതലാണ് മൂർച്ച. അത് ഒരു കൂട്ടർ കൂടി തെളിയിച്ചു, അത്രേ ഉള്ളൂ. നിങ്ങൾ എന്റെ വീട്ടിൽ പെണ്ണന്വേഷിച്ചു വന്നപ്പോ നിങ്ങളോട് ഞാൻ പറഞ്ഞത് അന്തസ്സല്ലാതെ കൈമുതലായിട്ട് ഒന്നുമില്ലെന്ന. ആ അന്തസ് പോലും കൈവിട്ട് നിൽക്കുന്ന അവസ്ഥയിലാണ് ഞാൻ. കൂടപ്പിറപ്പുകളെല്ലാം ചേർന്ന് അതില്ലാണ്ടാക്കി. അതാ ഞാൻ പറഞ്ഞത്, ഇങ്ങനൊരു കുടുംബത്തിൽ നിന്ന് ബന്ധം വേണമെന്ന് നിങ്ങൾക്ക് ആലോചിക്കാന്ന്. അമ്മ എന്നെ ഒരുപാട് സ്നേഹിച്ചു. ഇപ്പൊ എന്റെ പ്രാണനേക്കാൾ ജീവനെ ഇഷ്ടം. പക്ഷെ ഇതൊന്നും വേണ്ടെന്ന് അമ്മ പറഞ്ഞാൽ ഞാനിതെല്ലാം സഹിച്ചോളാം. എങ്ങനെ സഹിക്കും മോളെ നീ? നിനക്ക് നിന്റെ അമ്മയെ പിരിയാൻ പറ്റുമോ? നിനക്ക് നിന്റെ ജീവനെ പിരിയാൻ പറ്റുമോ? എന്നെ കാണാനും വിവാഹം ഉറപ്പിക്കാനും വന്നപ്പോ നിനക്ക് ചുറ്റും ബന്ധുക്കൾ ഉണ്ടായിരുന്നില്ലല്ലോ. ഈ നിൽക്കുന്ന അച്ഛൻ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അത് മതി, അത് മാത്രം മതിയെന്ന് മനസ്സിൽ ഉറപ്പിച്ച് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു മാറ്റവും വരില്ല. നിനക്കെന്താ പറയാനുള്ളത്? നിത്യ, തന്നോടുള്ള ഇഷ്ടം ഒരു ഭ്രാന്ത് പോലെയായ അവസ്ഥയിലാണ് ഞാൻ. ബന്ധുക്കളൊക്കെ പോട്ടോ, നമ്മളെ തോപ്പിക്കാൻ അവരെ കൊണ്ടൊന്നും പറ്റില്ല. എല്ലാം സഹിച്ചിട്ടും പുറത്തിട്ടും ഇത് നിങ്ങൾ അറിഞ്ഞല്ലോ എന്നുള്ള വിഷമം മാത്രമേ എനിക്കുള്ളൂ. എനിക്ക് തന്നെ വേണം നിത്യ. താനില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. കേട്ടല്ലോ, ഇവൻ പറഞ്ഞത് തന്നെയാണ് ഇതിന്റെ തീരുമാനം. ഇനിയിപ്പോ രണ്ട് വീട്ടിലും ബന്ധുക്കളുണ്ട്, ആളുകളുണ്ട്. അവരെയൊക്കെ നമ്മൾ തന്നെ വേണ്ടേ നേരിട്ട് എന്ന് സ്വീകരിക്കാനും സംസാരിക്കാനും ഒക്കെ. നിത്യ, മോൾ അച്ഛനെ കൂട്ടി തിരിച്ചു പോയിക്കോ. എല്ലാ കാര്യങ്ങളും നമ്മൾ തീരുമാനിച്ച പോലെ തന്നെ നടക്കട്ടെ. ദൈവം തീരുമാനിച്ച ബന്ധം, ദേവതകൾ കാവൽ നിൽക്കുന്ന മുഹൂർത്തം, അതിനൊരു തടസ്സവും വരില്ല. നാളെ നിങ്ങളുടെ കല്യാണമാണ്, അതിനൊരു മാറ്റവും വരില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.